ലോകമെമ്പാടുമുള്ള എല്ലാ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കുന്നു. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്ത് വരുന്നു. ഈ രാത്രി ഞങ്ങളോട് കൃത്യമായി സംസാരിച്ച് അവിടുന്ന് ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജീവൻ്റെ വചനങ്ങൾ വേണ്ട പ്രകാരം കേൾക്കുവാനും ഗ്രഹിപ്പാനും തക്കവണ്ണം അവിടുന്ന് ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ, അവിടുന്ന് അടിയനോട് കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അടിയൻ്റെ അതരത്തെ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം മാത്രം അതിലൂടെ മഹത്വപ്പെടണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഈ രാത്രി അല്പസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ദ ഗോസ്പൽ ജോൺ ചാപ്റ്റർ 5:7. രോഗി അവനോട് യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ഇറക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ ചെല്ലുമ്പോഴേക്കും മറ്റൊരുവൻ എനിക്ക് മുമ്പായി ഇറങ്ങും എന്ന് ഉത്തരം പറഞ്ഞു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, അനുദിന ജീവിതത്തിൽ പലപ്പോഴും ജീവിതത്തിൽ കടന്നു വരുന്ന പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ഞാനും നിങ്ങളും പലപ്പോഴും സംസാരിച്ചിട്ടുള്ള ഒരു വാക്കാണ് എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്നുള്ളത്. എന്നാൽ സർവശക്തനായ ദൈവം തൻ്റെ തിരുവചനത്തിലൂടെ നിരവധി പ്രാവശ്യം തൻ്റെ ജനത്തിനോട് പറയുന്നുണ്ട്, ഭയപ്പെടരുത്, ഭ്രമിക്കരുത്, ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന് കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം പറഞ്ഞു തരുവാൻ തക്കവണ്ണം സഹായകനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എന്നാൽ പലപ്പോഴും മനുഷ്യൻ്റെ ദൃഷ്ടി മനുഷ്യരിലേക്കും ലോകത്തിലേക്കും നീങ്ങുന്നത് കൊണ്ട്, ജീവിതത്തിൽ നിരാശ കടന്നു വരുന്നത് കൊണ്ട് എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് പലപ്പോഴും ഞാനും നിങ്ങളും പറയാറുണ്ട്. എന്നാൽ നമ്മുടെ സഹായത്തിനായിട്ട് യേശുവുണ്ട്. യേശു നമ്മുടെ രക്ഷകനും രക്ഷിതാവുമാണ്. അവൻ നമ്മെ കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ഞാൻ ഒരു നാളും നിങ്ങളെ ഉപേക്ഷിക്കുകയുമില്ല എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മനുഷ്യൻ്റെ വാക്കല്ല, സർവശക്തനായ ദൈവത്തിൻ്റെ വാക്കാണ്. ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഇവിടെ ഒരു രോഗി കർത്താവിനോട് പറയുന്ന വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. 38 വർഷമായി രോഗം ബാധിച്ചിരുന്ന ഒരു മനുഷ്യൻ യെരുശലേമിൽ ബെഥസ്ദ കുളക്കരയിൽ നാനാ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയിരുന്ന രോഗികളുണ്ടായിരുന്നു. അവിടെ കുരുടർ, മുടന്തർ, തളർവാദക്കാർ തുടങ്ങിയ അനേകം രോഗികൾ വെള്ളം കലങ്ങുന്നത് കാത്തുകൊണ്ട് കിടന്നിരുന്നു. അപ്പോൾ ഈ രോഗികൾ അവിടെ കാത്തു കിടക്കുന്നതിൻ്റെ കാരണം അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ചില സമയങ്ങളിൽ ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. അപ്പോൾ ചില സമയങ്ങളിൽ ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വന്ന് ഈ കുളത്തിലെ വെള്ളം കലക്കും. വെള്ളം കലങ്ങിയതിന് ശേഷം ആദ്യമായി ഈ കുളത്തിലിറങ്ങി വെള്ളത്തിൽ സ്പർശിക്കുന്നവൻ ആരാകുന്നോ അവന് ഏത് വ്യാധിയിൽപ്പെട്ടവനായിരുന്നാലും അവന് രോഗസൗഖ്യം ലഭിക്കും. അതായിരുന്നു അവരുടെ വിശ്വാസം. അപ്പോൾ അങ്ങനെ സൗഖ്യം ലഭിക്കുവാൻ തക്കവണ്ണം ബെഥസ്ദ കുളത്തിൻ്റെ കരയിൽ നാനാ തരത്തിലുള്ള രോഗം ബാധിച്ച ആളുകൾ അവിടെ താമസിച്ചിരുന്നു.
എവിടെയായിരുന്നു ഇത്? ഈ ബെഥെസ്ദാ കുളം യെരൂശലേമിൽ. അതിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യെരൂശലേമിൽ ആട്ടുവാതിൽക്കൽ ബെത്സേദ എന്ന എബ്രായ ഭാഷയിൽ വിളിക്കപ്പെടുന്ന ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപങ്ങളുണ്ട്. അപ്പോൾ ഈ കുളത്തിൻ്റെ കരയിൽ സൗഖ്യത്തിനു വേണ്ടിയാണ് അനേക ആളുകൾ അവിടെ താമസിച്ചിരുന്നത്. എന്നാൽ ഇവിടെ കർത്താവ് യെരൂശലേമിൽ പെരുന്നാളിന് കടന്നു പോവുകയാണ്. അതിൻ്റെ 5-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അതിനുശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിരുന്നു. യേശു യെരൂശലേമിലേക്ക് പോയി. യഹൂദന്മാരുടെ ഉത്സവം എന്ന് പറയുമ്പോൾ അത് പെസഹ പെരുന്നാളാണ് എന്ന് പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളിൽ എഴുതിയ 3 പ്രധാനപ്പെട്ട ഉത്സവങ്ങളാണ് യഹൂദന്മാർക്കുണ്ടായിരുന്നത്. പെസഹാൽ പെരുന്നാളായിരുന്നു ഇത് എന്ന് വേദ പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ പെസഹ പെരുന്നാളിന് വേണ്ടി കർത്താവ് യെരൂശലേമിലേക്ക് കടന്നുപോയി. എന്നാൽ അവിടെ കർത്താവ് കടന്നുപോയി കഴിയുമ്പോൾ യെരൂശലേമിലെ ദേവാലയത്തിലല്ല കർത്താവ് പോയത്. അവിടെ നിന്ന് കർത്താവ് ഈ ബെഥെസ്ദാ കുളത്തിൻ്റെ കരയിലേക്ക് കർത്താവ് പോവുകയാണ്. അവിടെ 38 വർഷമായി രോഗം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് ജനിക്കുന്നതിന് മുമ്പേ ഈ രോഗം ബാധിച്ചവനായിരുന്നു. കർത്താവ് 30 വയസ്സിലാണ് പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ രോഗിക്ക് 38 വർഷമായി രോഗം ബാധിച്ചിരുന്ന മനുഷ്യൻ എന്ന് പറയുമ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ രോഗിയായി തീർന്ന മനുഷ്യനായിരുന്നു. ഇന്ന് വരെയും അവന് സൗഖ്യം ലഭിച്ചിട്ടില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവന് ഈ കുളത്തിൽ ദൂതൻ വന്ന് വെള്ളം കലക്കുമ്പോൾ അവിടെ ആദ്യമായി ഇറങ്ങുവാൻ തക്കവണ്ണം അവന് കഴിയുന്നില്ല. ഇവിടെ ഈ മനുഷ്യൻ്റെ അടുക്കിലേക്ക് അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ കിടക്കുന്നത് യേശു കണ്ടു. അപ്പോൾ ഈ പ്രകാരമുള്ള ഒരു രോഗി ഈ കുളത്തിൻ്റെ കരയിൽ കിടക്കുന്നുണ്ട് എന്ന് ആരും കർത്താവിനോട് പറയുന്നില്ല. കർത്താവ് ഈ രോഗിയെ തിരിച്ചറിയുകയാണ്, അവനെ കാണുകയാണെന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. അവിടെ ഒരു വാക്യമുണ്ട്, മനുഷ്യനുള്ളിലുള്ളത് എന്തെന്ന് സ്വയം അറിഞ്ഞിരുന്നതിനാൽ തനിക്ക് മനുഷ്യരെ കുറിച്ച് യാതൊരുവന്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. അപ്പോൾ മറ്റാരെങ്കിലും പറഞ്ഞിട്ടല്ല ഇവൻ 38 വർഷമായിട്ട് ഇവിടെ രോഗിയായി കിടക്കുന്നു എന്നുള്ളത് കർത്താവ് അറിയുന്നു. കാരണം അവൻ ദൈവപുത്രനാണ്. അവന് മനുഷ്യരുടെ ആരുടെയും സാക്ഷ്യത്തിൻ്റെ ആവശ്യമില്ല. ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ അവൻ ഈ 38 വർഷമായി കിടക്കുന്ന രോഗിയെ അവൻ കണ്ടു എന്ന് പറയുമ്പോൾ ആരും പറഞ്ഞിട്ടല്ല, സർവശക്തനായ ദൈവം അവനെ കണ്ടു. അവിടെ എന്താണ് യേശു ചെയ്യുന്നത്? അവൻ ഇങ്ങനെ വളരെ കാലമായി കിടക്കുന്നു എന്ന് മനസ്സിലാക്കി. അവൻ ഇങ്ങനെ വളരെ വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നു എന്ന് യേശു മനസ്സിലാക്കി. സൗഖ്യം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. ഈ കുളത്തിൻ്റെ കരയിൽ കിടക്കുന്നവർ എല്ലാ രോഗികളും സൗഖ്യത്തിനു വേണ്ടി കിടക്കുന്നവരാണ്. ഇന്നല്ലെങ്കിൽ ഒരു ദിവസം ആദ്യമായ കുളത്തിലിറങ്ങി സൗഖ്യം പ്രാപിപ്പാൻ തക്കവണ്ണം കിടക്കുന്നവരാണ് അവിടെ നാനാ രോഗത്തിലുള്ളവർ. എന്നാൽ ഇവിടെ ഈ രോഗിയോട് കർത്താവ് ചോദിക്കുന്നു, സൗഖ്യം പ്രാപിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കതൊരു വിരോധാഭാസമായി തീർച്ചയായിട്ടും തോന്നും. കാരണം അവൻ സൗഖ്യത്തിന് വേണ്ടിയാണ് വർഷങ്ങളായിട്ട് അവിടെ കിടക്കുന്നത്. പക്ഷെ കർത്താവ് അവനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യം പ്രാപിക്കുവാൻ മനസ്സുണ്ടോ? അപ്പോൾ എന്താണ് ആ രോഗി പറയുന്നത്? രോഗി അവനോട്, യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ഇറക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ ചെല്ലുമ്പോഴേക്കും മറ്റൊരുവൻ എനിക്ക് മുമ്പായി ഇറങ്ങുമെന്ന് ഉത്തരം പറഞ്ഞു. അവൻ്റെ നിസ്സഹായ അവസ്ഥ അവൻ കർത്താവിനോട് പറയുകയാണ്. യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലിറക്കുവാൻ ആരുമില്ല. ഞാൻ 38 വർഷമായി ഇവിടെ കിടക്കുന്നു, സൗഖ്യത്തിന് വേണ്ടിയാണ് കിടക്കുന്നത്. പക്ഷേ ആദ്യമായിട്ട് ഈ കുളത്തിൽ ഇറങ്ങുന്നവനാണ് സൗഖ്യം ലഭിക്കുന്നത്.
അങ്ങനെ ആദ്യമായി അവിടെ ഇറങ്ങുവാൻ തക്കവണ്ണം എന്നെ സഹായിപ്പാനായിട്ട് ആരുമില്ല എന്നാണ് ഈ രോഗി കർത്താവിനോട് പറയുന്നത്. അവിടെ കർത്താവ് എന്താണ് അവനോട് മറുപടി പറയുന്നത്? യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കുക. 3 കാര്യമാണ് കർത്താവ് അവനോട് പറയുന്നത്. 1, നീ എഴുന്നേൽക്കുക. 2, നീ കിടക്ക എടുക്കുക. 3, നീ നടക്കുക. നീ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഉടനെ എന്താണ് അവന് സംഭവിക്കുന്നത്? ഉടനെ ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു. അവൻ കിടക്കയെടുത്തു നടന്നു. എന്നാൽ അന്ന് ശബത്തായിരുന്നു. ഇവിടെ ഈ മനുഷ്യന് സൗഖ്യം ലഭിക്കുകയാണ്. ആരും കർത്താവിനോട് പറഞ്ഞിട്ടല്ല കർത്താവ് ബെഥസ്ദാ കുളക്കരയിൽ പോയത്. അനേക രോഗികളുണ്ടായിരുന്നു. പക്ഷേ 38 വർഷമായി കിടക്കുന്ന അവനെ കണ്ടുകൊണ്ട് കർത്താവ് അവൻ്റെ കടുക്കൽ ചെന്ന് അവനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ആ രോഗി പറയുകയാണ്, എന്നെ സഹായിപ്പാൻ ആരുമില്ല. എനിക്ക് സൗഖ്യം പ്രാപിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഈ കുളത്തിൽ ആദ്യമായി ഇറങ്ങുവാൻ തക്കവണ്ണം എന്നെ ആരും സഹായിക്കുന്നില്ല. കർത്താവ് പറയുന്നു, നീ നിൻ്റെ കിടക്കയെടുത്ത് നടക്കുക. പക്ഷേ ഉടനെ തന്നെ ആ രോഗിക്ക് സൗഖ്യം ലഭിച്ചു. അവൻ കിടക്കയെടുത്ത് നടന്നു. എന്നാൽ അന്ന് ശബത്തായിരുന്നു. ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട് ഇന്ന് ശബത്താകുന്നു, കിടക്കയെടുക്കുന്നത് നിയമവിരുദ്ധമാണ്. കാരണം യഹൂദന്മാർക്ക് ശാബത്ത് ദിവസം ഒരു ജോലിയും ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പോൾ കിടക്കയെടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ജോലിയാണ്. അതുകൊണ്ട് അവർ പറയുകയാണ്, ഇന്ന് ശബത്താകുന്നു, കിടക്കയെടുക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ അവൻ എന്താണ് പറയുന്നത്? അവൻ അവരോട് എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഇന്ന് പലപ്പോഴും അനേകർ ഇങ്ങനെയുള്ള ആത്മീയ ശുശ്രൂഷകളിലും പ്രാർത്ഥനകളിലും സൗഖ്യത്തിനും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലുമായിട്ട് കടന്നു വരാറുണ്ട്. സർവശക്തനായ ദൈവത്തിൻ്റെ കരുണ പ്രാപിച്ച് അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും പിടിച്ചു പറ്റി കഴിയുമ്പോൾ പലപ്പോഴും പുറകോട്ട് പോകുന്ന, അല്ലെങ്കിൽ പാരമ്പര്യങ്ങളെ വിശ്വസിച്ചുകൊണ്ട് പുറകോട്ട് പോകുന്നത് പലപ്പോഴും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇവിടെ ഈ മനുഷ്യനെ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. അവൻ പറയുന്നു, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്തു നടക്കുക എന്ന് പറയുക. അവൻ അത് ഉറപ്പോടും ധൈര്യത്തോടും കൂടി പറയുകയാണ്. പലപ്പോഴും സൗഖ്യം ലഭിച്ചു കഴിയുമ്പോൾ ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാരുടെയും കഴിവിൽ പ്രശംസിക്കുന്ന അനേക ആളുകളെ കാണുവാൻ കഴിയും. അതുവരെയും ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുകയും ചെയ്യും. പക്ഷേ സൗഖ്യം പ്രാപിച്ചു കഴിയുമ്പോൾ പലപ്പോഴും മഹത്വം ദൈവത്തിന് കൊടുക്കാതെ ലോകപരമായി ചിന്തിക്കുന്ന അനേക ആളുകളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇവിടെ ഈ മനുഷ്യൻ അവൻ ഉറപ്പോടുകൂടി യഹൂദന്മാരോട് പറയുകയാണ്, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവനോട് കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ എന്ന് ചോദിച്ചു. അങ്ങനെ നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആരെ എന്ന് ചോദിച്ചു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിനിടയിലേക്ക് യേശു മാറിക്കളഞ്ഞതുകൊണ്ട് അവൻ ആരാണെന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല. പിന്നെയോ അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട അവനോട് നോക്കുക, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കുവാൻ ഇനിയും പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇവിടെ ഈ രോഗിയെ സംബന്ധിച്ച് അവൻ 38 വർഷമായിട്ട് രോഗം ബാധിച്ച് കിടക്കുന്നവനാണ്. അവന് സൗഖ്യം ലഭിച്ചു കഴിയുമ്പോൾ അവൻ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം അവൻ ദേവാലയത്തിലേക്കാണ് അവൻ ആദ്യമേ പോയത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ പ്രകാരം ലഭിക്കും. സൗഖ്യം അനുഗ്രഹങ്ങളും ലഭിച്ചു കഴിയുമ്പോൾ പലപ്പോഴും നാം നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഇടയിലേക്കും ലോകത്തിനിടയിലേക്കുമാണ് പലപ്പോഴും കടന്നു പോകുന്നത്. അവൻ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ദൈവം അവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചും ദൈവസന്നദ്ധയിൽ കടന്നുപോയി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാൻ തക്കവണ്ണം അവൻ ദേവാലയത്തിലേക്ക് കടന്നുപോയി. അവിടെ വെച്ച് യേശു അവനെ കാണുകയാണ്.
നോക്കുക, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കുവാൻ ഇനിയും പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാനുണ്ട്. അധികം തിന്മയായത് ഭവിക്കാതിരിക്കുവാൻ ഇനിയും പാപം ചെയ്യരുത്. അപ്പോൾ പാപം നിമിത്തം മനുഷ്യന് രോഗം വരുന്നു എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അല്ലെങ്കിൽ ഈ രോഗിയുടെ രോഗത്തിന് കാരണം പാപമായിരുന്നു, അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് അധികം തിന്മയായത് ഭവിക്കാതിരിക്കുവാൻ ഇനിയും നീ പാപം ചെയ്യരുത് എന്ന് കർത്താവ് അവനൊരു താക്കീത് കൊടുക്കുകയാണ്. അപ്പോൾ പാപം നിമിത്തം മനുഷ്യന് രോഗം വരുന്നു എന്നുള്ള സത്യം ഞാനും നിങ്ങളും തിരിച്ചറിയണം. ദൈവത്തിൻ്റെ പൈതലെ, ഈ രാത്രി ഞാനും നിങ്ങളും ദൈവവചനം കേൾക്കുമ്പോൾ എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്നുള്ള പ്രതിസന്ധികളിലൂടെയും അല്ലെങ്കിൽ ആ വിഷമത്തോടു കൂടിയാണോ നിങ്ങൾ രാത്രി ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുന്നത് എങ്കിൽ, 38 വർഷമായി ബെഥസ്ദ കുളക്കരയിൽ കിടന്ന രോഗിയെ കർത്താവ് കണ്ട് അവൻ്റെ അടുക്കിലേക്ക് കടന്നുപോയെങ്കിൽ, എന്നെയും നിങ്ങളെയും കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ എന്തു തന്നെയായിരുന്നാലും, അത് രോഗമായിരിക്കാം, മറ്റു കഷ്ടതകളായിരിക്കാം, ആരും സഹായിപ്പാനില്ലാത്ത പ്രതിസന്ധികളായിരിക്കാം, പക്ഷേ നമ്മെ അറിയുകയും നമ്മെ കാണുകയും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഈ രാത്രി ഞാനും നിങ്ങളും വിശ്വസിക്കണം. ആരും സഹായിപ്പാനില്ലാത്ത നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ ചാരയ്ക്ക് അവൻ കടന്നു വരും. അവൻ്റെ ശബ്ദം ഞാനും നിങ്ങളും തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ഇവിടെ ഉത്സവത്തിന് വേണ്ടി, പെരുന്നാളിന് വേണ്ടി യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു വന്ന കർത്താവ് 38 വർഷമായി കിടന്ന ആ രോഗിയുടെ അടുക്കിലേക്ക് കർത്താവ് കടന്നു ചെല്ലുകയാണ്. മറ്റാരുടെ സാക്ഷ്യങ്ങളോ മറ്റാരും പറഞ്ഞു കേട്ടിട്ടല്ല കർത്താവ് അവൻ്റെ അടുക്കിലേക്ക് കടന്നുപോയത്. അവൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് അവനെ സഹായിപ്പാൻ തക്കവണ്ണം കർത്താവ് അവൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുകയാണ്. നിനക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ? ഈ രാത്രി എന്നോടും നിങ്ങളോടും കർത്താവിന് ചോദിക്കുവാൻ ഒരു ചോദ്യമുണ്ട്. നിനക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ? ഈ ശബ്ദത്തിന് മുമ്പിൽ നമുക്ക് പ്രതികരിക്കുവാൻ തക്കവണ്ണം കഴിയണം. ഒരുപക്ഷെ രോഗമായിരിക്കാം, മറ്റാരും സഹായിപ്പാനില്ലാതെ മുന്നോട്ട് പോകുവാൻ ഒരു വഴിയുമില്ലാത്ത അന്ധകാരത്തിൻ്റെ നടുവിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ. പക്ഷെ നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുക. യേശു നിങ്ങളുടെ രക്ഷകനും രക്ഷിതാവുമായി ഈ രാത്രി നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക. ബെഥസ്ദ കുളക്കരയിൽ രോഗിയുടെ അടുക്കിലേക്ക് കടന്നുപോയ യേശു ഈ രാത്രി നിങ്ങളുടെ ചാരയ്ക്കും കടന്നു വരും. അവൻ നിങ്ങളെ സഹായിക്കും. അവൻ്റെ ശബ്ദത്തിന് മുമ്പിൽ ഈ രാത്രി മറുപടി കൊടുക്കുക. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് കർത്താവ് ഈ രാത്രി എന്നോടും നിങ്ങളോടും ചോദിക്കുമ്പോൾ നമ്മുടെ മറുപടി ആ രോഗി പറഞ്ഞത് എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്നുള്ള ശബ്ദമാണ് എങ്കിൽ, കർത്താവിന് പറയുവാൻ ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ പരിപാലിക്കും, ഞാൻ നിന്നെ വഴി നടത്തും, ഞാൻ നിൻ്റെ സർവശക്തനായ ദൈവമാണ്. എൻ്റെ പാദപീഠത്തെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. കാരണം നമ്മുടെ ദൈവം സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്, അവൻ സർവവ്യാപിയായ ദൈവമാണ്. അവൻ അസാധ്യമായിട്ട് ഒന്നുമില്ല. എൻ്റെയും നിങ്ങളുടെയും സൃഷ്ടാവ് നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് ഈ രാത്രി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെയാണോ നിങ്ങൾ അലയുന്നത്? 38 വർഷമായി കിടന്ന ആ രോഗിയുടെ അടുക്കിലേക്ക് കടന്നുപോയ കർത്താവ് ഈ രാത്രി നമ്മുടെ ചാരയ്ക്കും കടന്നു വരുന്നുണ്ട്. അവൻ നമ്മെ സഹായിക്കും. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വിശ്വസിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ദൈവവചനം നമുക്ക് വെളിച്ചം തരുന്നതാണ്, അത് നമുക്ക് പ്രകാശം തരുന്നതാണ്. ദൈവവചനത്തിൽ അത്ഭുതങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിൻ്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പറയുമ്പോൾ ദൈവവചനത്തിൽ അത്ഭുതങ്ങളുണ്ട്. പലപ്പോഴും ഞാനും നിങ്ങളും ദൈവവചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഈ അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ അകക്കണ്ണുകളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ തക്കവണ്ണം കഴിയണം. നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. നാം കണ്ണുകൊണ്ട് നമ്മുടെ ദൈവത്തെ കാണുന്നില്ല. അതുകൊണ്ടാണ് ദൈവത്തെ വിശ്വസിക്കണമെന്ന് പറയുന്നത്. ദൈവമെന്ന് പറയുന്നത് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനും സർവശക്തനും സർവ്വവ്യാപിയും സർവജ്ഞാനിയുമാണ് നമ്മുടെ ദൈവം.
അപ്പം നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം ദൈവത്തെ കാണുന്നില്ല എങ്കിലും അകക്കണ്ണുകൾ കൊണ്ട് സർവശക്തനായ ദൈവത്തെ കാണണം. ഈ രാത്രി നമുക്ക് ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം കഴിയണം. അവൻ നമ്മുടെ ചാരയ്ക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം ഹൃദയത്തിൽ നിന്ന് ഉയരണം. ദൈവമേ, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എൻ്റെ ജീവിതത്തിൽ അനേക പ്രയാസങ്ങളുണ്ട്, നീ എൻ്റെ രക്ഷകനാണ്, നീ എൻ്റെ രക്ഷിതാവാണ്, ഞാൻ അങ്ങയെ ഈ രാത്രി വിശ്വസിക്കുന്നു. ദൈവമേ, അങ്ങ് യേശുവാണ്, അങ്ങ് ദൈവപുത്രനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ പരിഹാരത്തിനായിട്ട് ദൈവമേ നീ ഇറങ്ങി വരണമേ എന്ന് കർത്താവിനോട് ഈ രാത്രി നിലവിളിക്കണം. ആ ബെഥെസ്ദാ കുളക്കരയിൽ രോഗിയോട് പറഞ്ഞു, നീ എഴുന്നേൽക്കണം, നീ കിടക്കയെടുത്ത് നീ നടക്കണം. ഈ രാത്രി എഴുന്നേൽപ്പിൻ്റെ രാത്രിയായിട്ട് തീരണം. നാം ആയിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് എഴുന്നേൽക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അതുകൊണ്ട് ആ സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നത്, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അപ്പോൾ നാം സഹായത്തിന് വേണ്ടി മനുഷ്യരിലേക്കെല്ലാം നാം ആശ്രയിക്കേണ്ടത്. സഹായം വരുന്ന പർവ്വതങ്ങളെന്ന് പറയുമ്പോൾ ഉയരങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. പലപ്പോഴും ഞാനും നിങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിലേക്കാണ് കണ്ണുകൾ ഉയർത്തുന്നത്. ദൈവത്തിങ്കലേക്ക് മുഖം തിരിക്കുവാൻ തക്കവണ്ണം ഒരു ഭക്തനായ മനുഷ്യന് കഴിയണം. അപ്പോഴാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നത്. പക്ഷേ ഞാൻ നിങ്ങൾ പലപ്പോഴും ലോകത്തിലേക്കാണ് നമ്മുടെ ദൃഷ്ടികൾ ഉയർത്തുന്നത്, നമ്മുടെ ചുറ്റുപാടുകളിലേക്കാണ് നമ്മുടെ ദൃഷ്ടികൾ ഉയർത്തുന്നത്, മറ്റുള്ളവരിലേക്കാണ് പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും കണ്ണുകൾ പോകുന്നത്. നമ്മുടെ പ്രശ്നത്തിന് പരിഹാരകരായി ആ സഹായം വരുന്ന പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി രാത്രി നിലവിളിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പരിപാലകൻ നമ്മുടെ ചാരയേക്ക് ഈ രാത്രി കടന്നു വരും. അവൻ നമ്മെ സഹായിക്കും, അവൻ നമ്മെ സംരക്ഷിക്കും, അവൻ നമ്മളായിരിക്കുന്ന എല്ലാ പ്രതിസന്ധിയിൽ നിന്നും നമ്മെ രക്ഷിക്കും. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. യേശുവിന് സൗഖ്യമാക്കുവാൻ ഒരു നിമിഷം മതി. പക്ഷെ നമുക്ക് വിശ്വാസം ആവശ്യമാണ്. വിശ്വാസമില്ലാതെ ഒരിക്കലും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് കഴിയില്ല. ജൽപ്പനകൾ കൊണ്ടോ വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ ഒന്നും ദൈവത്തെ പിടിച്ചെടുക്കണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. പക്ഷെ വിശ്വാസത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്കാണ് സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹം പിടിച്ചു പറ്റുവാൻ തക്കവണ്ണം കഴിയുന്നത്. നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ദൈവത്തെ അന്ധമായി വിശ്വസിക്കണം. അവൻ എന്നെ കാണുന്നു, അവൻ എന്നെ അറിയുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും അറിയുന്നവനാണ് ദൈവമെന്ന് വിശ്വസിക്കണം. അവന് പരിഹരിക്കുവാൻ കഴിയാത്ത ഒരു വിഷയവും എൻ്റെ ജീവിതത്തിലില്ല. ഇത് വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിലിരുന്ന് കർത്താവിനോട് നിലവിളിക്കുവാൻ കഴിയണം. ബർത്തിമായി യെരിഹോ പട്ടണത്തിലൂടെ കർത്താവ് കടന്നു പോകുമ്പോൾ അവൻ കുരുടനായൊരു മനുഷ്യനായിരുന്നു. അവൻ നിലവിളിക്കുന്നുണ്ട്, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. മറ്റുള്ളവരൊക്കെയും അവനെ ശാസിക്കുന്നുണ്ട്, നീ മിണ്ടാതിരിപ്പാൻ തക്കവണ്ണം മറ്റുള്ളവരൊക്കെയും അവനെ ശാസിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിലൊക്കെയും അവൻ അത്യുച്ചത്തിൽ നിലവിളിച്ചു എന്നാണ് പറയുന്നത്. അവൻ അത്യുച്ചത്തിൽ നിലവിളിക്കുവാൻ തക്കവണ്ണം പ്രേരിപ്പിച്ചത് അവൻ്റെ വിശ്വാസമായിരുന്നു. കർത്താവിലുള്ള അവൻ്റെ അമിതമായ വിശ്വാസമാണ് അത് പ്രവൃത്തിയായി അത്യുച്ചത്തിൽ അവൻ നിലവിളിപ്പാൻ തക്കവണ്ണം പ്രേരിപ്പിച്ചത്. കർത്താവിനോട് നിലവിളിക്കണം. ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. ഈ രാത്രി ഈ വചനം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. യേശുവേ, അങ്ങേ ഞാൻ രക്ഷിതാവായി സ്വീകരിക്കുന്നു, എന്നെ സഹായിക്കണമേ. എൻ്റെ രോഗത്തിൽ നിന്ന് എനിക്ക് വിടുതൽ തരണമേ. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് എനിക്കൊരു പരിഹാരം അങ്ങ് പറഞ്ഞു തരണമേ. അങ്ങ് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന് പരിശുദ്ധാത്മാവേ എന്നെ കരം പിടിച്ച് വഴി നടത്തണമേ എന്ന് നിലവിളിക്കണം. നിലവിളിക്കുന്നവരുടെ അടുക്കിലേക്കാണ് കർത്താവ് കടന്നു വരുന്നത്. പത്രോസ് വെള്ളത്തിൻ്റെ പുറത്തൂടെ നടന്നു. കർത്താവ് നടക്കുന്നത് കണ്ട് കർത്താവിനെ ദൃഷ്ടി വെച്ചുകൊണ്ടാണ് പത്രോസ് വെള്ളത്തിന്മേൽ നടന്നത്. എന്നാൽ ചുറ്റുമുള്ള ഓളത്തെ അവൻ കണ്ടപ്പോൾ, തിരമാലകളെ അവൻ കണ്ടപ്പോൾ, അവൻ്റെ ദൃഷ്ടി കർത്താവിൽ നിന്ന് ചുറ്റുമുള്ള ഓളങ്ങളിലെ അവൻ്റെ കണ്ണുകൾ മാറിയപ്പോൾ അവൻ വെള്ളത്തിൽ താണുപോയി.
പക്ഷെ കർത്താവ് താണു പോകുമ്പോൾ കർത്താവ് അവന് കൈ പിടിച്ചു കൊടുക്കുന്നില്ല. യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ, എന്നെ സഹായിക്കണമേ എന്ന് പത്രോസ് നിലവിളിക്കുമ്പോഴാണ് കർത്താവ് കരങ്ങൾ നീട്ടി അവനെ രക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ ജനമേ, പ്രാർത്ഥിക്കുന്നവൻ്റെ നിലവിളിക്ക് മുമ്പിലാണ് കർത്താവ് നിന്ന് പ്രവർത്തിക്കുന്നത്. ഈ രാത്രി ആ പ്രകാരം യേശുവിനോട് പ്രാർത്ഥിക്കുവാനും യേശുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പിടിച്ചു പറ്റുവാനും തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചുവല്ലോ കർത്താവേ. 38 വർഷം രോഗിയായി കിടന്ന ആ ബെഥസ്ദാ കുളക്കരയിൽ കിടന്ന രോഗിയുടെ അടുക്കിലേക്ക് കടന്നുപോയി അവന് സൗഖ്യം കൊടുത്ത യേശുവേ, ഈ രാത്രി ലോകത്തിൻ്റെ വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് തിരുവചനം കേൾക്കുന്ന ഓരോരുത്തരെയും അവിടെ നിന്ന് അറിയുന്ന ദൈവമാകുന്നുള്ള കർത്താവേ, എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്നുള്ള നിലവിളിയോടുകൂടി ദൈവമേ, അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്ന മക്കൾക്ക് ഈ രാത്രി അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും രാത്രിയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, വിശ്വസിക്കുന്ന ഓരോരുത്തരുടെ മേലും അവിടുത്തെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് ദൈവമേ അവിടുന്ന് സൗഖ്യം കൊടുക്കണമേ. കഷ്ടതകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവെ, കടബാധ്യതയിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവെ. മുന്നോട്ട് പോകുവാൻ കർത്താവെ ഒരു നിർവാഹവുമില്ലാതെ അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കി രാത്രി നിലവിളിക്കുന്ന മക്കൾക്ക് സ്വർഗത്തിലെ ദൈവമേ അനുഗ്രഹത്തിൻ്റെ വാതിലുള്ളവർന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, അങ്ങ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അടുത്ത തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ, അവിടെ അടിയനോട് കൂടെ ഇരുന്ന് വഴി നടത്തുകയും നയിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.